ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും മത്തി വാങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വറക്കും, അല്ലെങ്കിൽ കറി വയ്ക്കും, അല്ലെങ്കിൽ പീര ഉണ്ടാക്കും. ഇന്ന് നമുക്കൊരു വെറൈറ്റി മത്തി വറുത്തുടച്ചത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് മത്തി വറുത്തെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 5 മത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വരഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. വറക്കുന്നതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പ്ലേറ്റിലേക്ക് ഇടാം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. മീന് ആവശ്യമായ ഉപ്പ്, ഇതിലേക്ക് നന്നായിട്ട് പൊടിച്ചെടുത്ത 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് ഒരു കുഴമ്പ് പരുവത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. വറക്കുന്നതിനുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊരു കുഴമ്പ് രൂപത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ മീനുകൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ വരഞ്ഞ ഭാഗത്തും വയറിൻ്റെ ഭാഗത്തും എല്ലായിടത്തേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് എടുക്കാം. മീനിലേക്ക് ഇപ്പോൾ നന്നായിട്ട് അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മീനിപ്പോൾ അരപ്പ് പുരട്ടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ വെക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മളുടെ മീനുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്ലേവേഴ്സൊക്കെ ഈ മീനിലോട്ട് പിടിക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ മീൻ പിന്നകത്തേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് മൊരിഞ്ഞ് പോവരുത്. ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആയി വരുമ്പോഴേക്കും തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മീനിൻ്റെ 2 ഭാഗവും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതോടൊപ്പം തന്നെ ബാക്കിയിരിക്കുന്ന മീനുകളും കൂടെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. മീനുകളെല്ലാം വറുത്തെടുത്തതിന് ശേഷം എല്ലാ മീനും കൂടെ നമുക്ക് ഈ സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒന്നും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കുക. നമ്മളുടെ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചുടച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിത് എടുക്കാം. നമ്മുടെ മീനിപ്പോൾ ഇവിടെ നന്നായിട്ട് കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഉടച്ച് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ എടുക്കുക. അതിനുശേഷം മീനൊരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഇല്ലയെന്നാണെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. ഇവിടെ ഇപ്പോൾ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇടുന്നതിനായിട്ട് ഞാൻ അരമുറി സവാള ഞാനെടുത്ത് സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നാലേ ഈ ഒരു കൂട്ടിലേക്ക് നന്നായിട്ട് ഫ്ലേവേഴ്സ് ഇറങ്ങുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ അതിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരമുറി സവാള സ്ലൈസ് ചെയ്തതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. മീനും എല്ലാം കൂടി കൂട്ടി നന്നായിട്ട് യോജിപ്പിക്കാം. സവാള വാടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സവാളയും മീനൊക്കെ നന്നായിട്ട് ഇപ്പം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ചെറുതായിട്ട് ക്രിസ്പിനെസ് തോന്നുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. തേങ്ങ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മീൻ എത്ര എടുക്കുന്നോ അതിനേലും കുറവ് ക്വാണ്ടിറ്റി തേങ്ങ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 പിടി തേങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിട്ട് നന്നായിട്ട് തേങ്ങയും മീനും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ മീനും തേങ്ങയൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ നന്നായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ മത്തി വറുത്തുടച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.